മലപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടിയിറങ്ങുകയാണ് CPM. ലീഗിലെ അസംതൃപ്തരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കൊണ്ടോട്ടി, കോട്ടയ്ക്കൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് CPMന്റെ നീക്കം നടക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, അങ്ങനെ ഒരു പാളയത്തു നിന്ന് മറുപാളയത്തെത്തി പ്രമുഖരായ നിരവധി ആളുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് പറയാനുണ്ട്. അപ്പോൾ ഇത്തവണ CPM ലീഗിലെ ആരെങ്കിലുമൊക്കെ പ്രധാനമായി പ്രത്യേകിച്ച് കണ്ണുവെക്കുന്നുണ്ടോ? ജിൽസി, മലപ്പുറം ജില്ലയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സർവ്വസ്വതന്ത്രരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാറുണ്ട്. പ്രത്യേകിച്ച് മറുഭാഗത്ത് നിന്ന് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നൊക്കെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാറുണ്ട്. പല ഘട്ടങ്ങളിലും അത് വിജയിക്കാറുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ CPM ജില്ലാ നേതൃത്വം തന്നെ അറിയിച്ചിരുന്നു. അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മാത്രമാണ് CPMന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക, മറ്റിടങ്ങളിലെല്ലാം തന്നെ സർവ്വസ്വതന്ത്രരായിരിക്കും എന്നുള്ളത്. അതിപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ ലീഗിൽ വിമതരായ അല്ലെങ്കിൽ നിലവിൽ അസ്വാരസ്യങ്ങളുള്ളവരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി ചില യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ CPM സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിലവിലെ MLA-മാർ തുടരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുള്ള മണ്ഡലങ്ങളിലാണ് അത്തരത്തിൽ എതിർപ്പ് അറിയിക്കുന്ന നേതാക്കന്മാരെ ഇപ്പോൾ CPM സമീപിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മുസ്ലിം ലീഗിന് ഇപ്പോൾ നിലവിൽ CPMന്റെ പട്ടികയിൽ പ്രഖ്യാപിക്കാത്ത പല മണ്ഡലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. അവിടെയൊന്നും തന്നെ ഇനി ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമായിരിക്കും CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകളെ സമീപിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ CPM നോക്കുന്നുണ്ട്. അങ്ങനെ